മമ്മൂട്ടിക്ക് ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. ആക്ടിങ് അതെന്നെ കഷ്ടപ്പെട്ടാ ചെയ്യണം. അത് ശരി. ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ആദ്യം വരുന്ന ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ വേൾഡ് ലെവൽ ആക്ടേഴ്സിൽ വരുന്ന ആളാണ്. മമ്മൂട്ടി ആക്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടിയിട്ടില്ല. അതിൽ വരെ ചെറുതായിട്ട് പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പുള്ളിക്ക് പറ്റില്ല. മമ്മൂട്ടിയുടെ PR വർക്ക് കൊണ്ടെന്ന് അറിയില്ല. മോഹൻലാൽ ഇപ്പോൾ വളരെ നെഗറ്റീവ് ഇമേജ്. വർക്ക് കൊണ്ട് വിജയിച്ച ഒരു മനുഷ്യരല്ല അവർ രണ്ടുപേരും. മോഹൻലാലിന് വളരെ നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പൊ. മോഹൻലാലിന്റെ റേഞ്ച് മമ്മൂട്ടിക്ക് ഇല്ല. അതാ ഞാൻ ചോദിച്ചത്. മമ്മൂട്ടിയുടെ പ്രമുഖ മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ റോഷാക്ക് മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ പൊന്തമാട മോഹൻലാൽ അഭിനയിച്ച സംഭവിക്കും. മോഹൻലാൽ മമ്മൂട്ടിയും കമ്പയർ ചെയ്താ ഇപ്പൊ അഭിനയിപ്പിച്ച് നോക്കണം. ഞാൻ പറയട്ടെ, മോഹൻലാൽ മമ്മൂട്ടിയും കമ്പയർ ചെയ്താ ആസ് എൻ ആക്ടർ ആണെങ്കിലും പ്രൊഫഷണൽ ഡെഡിക്കേഷൻ ആണെങ്കിലും മോഹൻലാൽ തന്നെയാണ് മുന്നിൽ. ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. ഈ മലയാളികളുടെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അസൂയയും വക്രതയും വളരെ കൂടുതലാണ്. ഇവരുടെ മനസ്സ് കൊള്ളില്ല. ഞാൻ മലയാളി ആണെങ്കിലും ഞാൻ പറയാം, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ നാടിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത് ഓർക്കണം. ഇപ്പൊ കർണാടകയുടെ അതേ സമയത്ത് വിവേകാനന്ദ ഞാൻ പറഞ്ഞോട്ടെ, കേരളം പ്രാന്താലയമാണെന്ന് വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ ജനുവിന് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കുകയാണ്. ചാർലി ചാപ്ലിനെ ഒരിക്കലും ആൾക്കാര് ഇഷ്ടമാണ്. ചാർലി ചാപ്ലിനെ ഒരു കോമാളി ഇമേജ് വന്നിട്ടുണ്ട്. ഹണി റോസിനെ കുറിച്ചും താങ്കൾ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാവരും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. മരിച്ചു പോയ എൻ്റെ ഫാദറിനെ കുറിച്ച് വിളിക്കുന്നത് അതിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ. എന്തൊക്കെ വൃത്തിയുടെ അവർ ഇത് വെക്കണം. താങ്കൾ ഇതെല്ലാം ഇങ്ങനെയുള്ള വൃത്തികേടുകൾ താങ്കൾ പറയുമ്പോൾ, താങ്കൾ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് താങ്കൾ നല്ല കമന്റ്സ് ആണോ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. യു ആർ വാച്ചിങ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ. നമസ്കാരം, ഷോയിലേക്ക് സ്വാഗതം. ആറാട്ടണ്ണൻ 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ആരും അറിയാത്ത ഒരാളായിരുന്നു സന്തോഷ് വർക്കി, അല്ലേ? ആറാട്ടെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ആറാടുകയാണെന്ന ഒരു ടാഗ് ലൈനിലൂടെ, ലാലേട്ടൻ ആറാടുകയാണെന്ന ടാഗ് ലൈനിലൂടെ വന്ന ഒരാളാണ്. എന്തായിരുന്നു അങ്ങനെ ഒരു സംഭവിച്ചാണ്? ലാലേട്ടൻ ഫാൻ ആയിരുന്നു ആ സമയത്ത്. ആ ഒരു ആവേശത്തിൽ പറഞ്ഞാണ്. ഇപ്പൊ വരുന്ന പലരും പ്ലാൻ ചെയ്താ വരുന്നത്. ഓക്കെ, സന്തോഷ് വർക്കി എന്നതിനേക്കാളും ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്നതാണോ താല്പര്യം? എനിക്ക് സന്തോഷ് വർക്കി രണ്ടും കുഴപ്പമില്ല. അപ്പോൾ ആറാട്ടണ്ണൻ തന്നെ ഞാൻ വിളിച്ചോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന ആ പേരില്ല. അതെ, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ പക്ഷേ ഒരു സന്തോഷ് വർക്കി എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ അവിടെ, അതായത് ഒരു വ്യക്തിത്വം. താങ്കൾ ഫിലോസഫിയിൽ എംഫിൽ ചെയ്യുന്ന ഒരാളാണ്, PhD ചെയ്യുന്ന ഒരാളാണ്, അതോടൊപ്പം തന്നെ എഞ്ചിനീയർ ആണ്. താങ്കളുടെ ഒരു നല്ലൊരു ഇന്റർവ്യൂ, അതായത് ഇങ്ങനെ ഒരു ബഹളത്തിൽ നിന്ന് മാറിക്കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു കോമാളിത്തരം, ഇറ്റ്സ് എ കോമാളിത്തരം, അങ്ങനെ ഒരു മാറിക്കൊണ്ട് നല്ല രീതിയിൽ ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനൊരു മുഖം തെരഞ്ഞെടുക്കാൻ കാരണം? താങ്കൾക്ക് അങ്ങനെ ഒരു, അതായത് നല്ലൊരു ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കും. കാര്യം മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഔട്ടാവും. അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് ഇന്റലക്ച്വൽ കാര്യം ഇപ്പോൾ ക്ലാസ് ഒരു 98% ഓഡിയൻസ് മാസാണ്, 2% ഓഡിയൻസ് ക്ലാസ്സാണ്. ഈ 2% ഓഡിയൻസിന് ഈ ഇന്റലക്ച്വൽ മനസ്സിലാവുള്ളൂ, മാസിൻ്റെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു മസാലയിൽ ഇടുന്നത്. പക്ഷെ താങ്കൾ മസാലകളല്ലല്ലോ ഇടുന്നത്. ഞാൻ പണ്ട് ഒരു 800 കോട്ടിൽ ബുക്ക് ചെയ്തതാണ് സ്വന്തമായിട്ടാണ്. ഇവിടെ ഈ ഭയങ്കര ഇന്റലക്ച്വൽ കാര്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ആയിക്കോട്ടെ, അതുകൊണ്ട് അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റീച്ച് പോകും. അപ്പോൾ റീച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടി പലത് പറഞ്ഞിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ആറാടുകയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ടാഗ് ലൈൻ വന്നതിന് ശേഷമാണല്ലോ താങ്കൾ കുപ്രസിദ്ധനായത്. ശരിക്കും താങ്കൾ പ്രതീക്ഷിച്ച സുപ്രസിദ്ധി അല്ലായിരുന്നു, അതായത് ഒരു നല്ല ഫെയിം. ഞാൻ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിച്ചത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കുകയാണ്. ചാർലി ചാപ്ലിനെ ഒരിക്കലും ആൾക്കാർ ഇഷ്ടമാണ്. ചാർലി ചാപ്ലിൻ ഒരു കോമാളി ഇമേജ് വന്നിട്ടുണ്ട്, കാരണം മീഡിയയിൽ ആരിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഭയങ്കര ഇന്റലക്ച്വൽ കാര്യം എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ എല്ലാവരും മറക്കും. ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെ പറയുന്നത്. കോമാളിത്തരല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്.
ഇതിൽ താങ്കൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നത്? സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ഈ മാസം ക്ലാസ് രണ്ടുപേരും സപ്പോർട്ട് വേണമല്ലോ. ക്ലാസ്സിന് 2% ഉള്ളൂ, അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റില്ല. ഇന്റലക്ച്വൽ വീഡിയോസ് അവർക്കേ മനസ്സിലാവുള്ളൂ. മാസിന്റെ സപ്പോർട്ടും വേണമല്ലോ, അതിനുവേണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ താങ്കളെ കുറിച്ച് ഇപ്പോൾ വേറൊരു അപഖ്യാതി, അതായത് ഇങ്ങനെ ഒരു കേൾക്കുന്നതാണ്, അതായത് ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് പ്രണയം തോന്നുക, അത് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്? അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും കാണുമ്പോൾ ഇടിച്ചു കയറി ചെല്ലുക, അതൊക്കെ ഒരു നല്ല ഇന്റലക്ച്വൽ അല്ല, ഒരു സാധാരണ ഇച്ചിരിയൊക്കെ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി ഒരു അഭിമാന ബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൈ കൊടുക്കണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആർട്ടിസ്റ്റ് വേറെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായി, അപ്പൊ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും, അവർ അത് കഴിഞ്ഞ് ഫ്രീ ആവാൻ വേണ്ടി. അത് മീഡിയക്കാരെ എടുത്ത് ഇടുന്നത് ഞാൻ എന്തോ വായ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വായ നോക്കുകയല്ല, വെയിറ്റ് ചെയ്യുകയാണ്. അവർ വേറെ ആളെ സംസാരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവരാ സംസാരം കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ പല മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ ഇതൊക്കെ വളച്ചൊടിക്കപ്പെടുന്നത്? താങ്കൾ ഇതൊന്നും പറഞ്ഞു? ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. ഞാൻ പറയാത്ത പല കാര്യവും, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നിത്യാമേനന്റെ കേസ് തന്നെ കുറച്ച് നാൾ മുമ്പുള്ള കേസാണെങ്കിലും താങ്കൾ ക്ലോസ് ചാപ്റ്റർ ആണെങ്കിൽ പോലും താങ്കൾ പറയുന്നു അത് കാരണം എനിക്ക് ഇനിയൊരു വിവാഹാലോചന പോലും വരുത്തില്ല എന്ന രീതിയിൽ താങ്കളുടെ സംസാരങ്ങൾ. കാരണം അവരങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടാ പോയി. അവർ പല കാര്യം അറിഞ്ഞിട്ടില്ല. അവർ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നത് കേട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ എന്നെ കുറിച്ച് അറിഞ്ഞിട്ടല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ കുറച്ച് നെഗറ്റീവാണ്. ഹണി റോസിനെ കുറിച്ചും താങ്കൾ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാവരും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. അല്ല, എന്നിരുന്നാലും നമ്മൾക്കൊരു എന്താ പറയുന്ന ഒരു അഭിമാന ബോധം എന്ന് പറഞ്ഞ കാര്യം, താങ്കൾ ഒരു പുരുഷനാണ്, ഒരു സമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ഇപ്പോൾ കുപ്രസിദ്ധമായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരും അതുപോലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അതിപ്രശസ്തയായ പല ആൾക്കാരും കമന്റ്സിലും മറ്റെല്ലാം പരസ്യമായിട്ട് രഹസ്യമായിട്ട് പറയുന്ന കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ? അത് നമ്മളിപ്പോൾ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യണ്ടേ? പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ? അതൊരാളെ ഡിഫോമേഷൻ ചെയ്യുന്ന ഒരു പരിപാടി. ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അവരെ കാണുമ്പോൾ എനിക്കത് അവരോട് ഞാനിപ്പോൾ അങ്ങനെ പല ഇട്ടത് എനിക്ക് വളരെ സോറി പറയുന്നു. പലരെയും കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഇത് അവോയ്ഡ് ചെയ്യാൻ പോവാണ്. ഇനി അങ്ങനത്തെ കമന്റ്സ് ഇടില്ല. അങ്ങനെ ഇട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള നടനാണ്, സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. ലാലേട്ടൻ ഡയറക്ടറിന്റെ നടനാണ് എന്ന്. അതെന്താണ് അങ്ങനെ? ലാലേട്ടൻ പറഞ്ഞാൽ മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ് രണ്ടും ഉള്ള ആളാണ്. ഇപ്പോൾ ഒരു ഭരതം അല്ലെങ്കിൽ വാനപ്രസ്ഥ ഇതെല്ലാം ചെയ്യുമ്പോൾ പുള്ളി പ്രിപ്പയർ ചെയ്തിരിക്കണം. അത് പ്രിപ്പയർ ചെയ്ത മെത്തേഡ് ആക്ടിങ് ആണ്. ഇരുവർ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അന്ന് സ്പടികം കിലുക്കം ചെയ്യുമ്പോൾ നാച്ചുറൽ ആക്ടിങ് ആണ്. പക്ഷെ മമ്മൂക്കയ്ക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആക്ടിങ് ഇല്ല. ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ആദ്യം വരുന്നത് ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ വേൾഡ് ലെവൽ ആക്ടേഴ്സിൽ വരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ എടുക്കുന്ന പല സ്ക്രിപ്റ്റൊന്നും ശരിയാവണല്ലോ. ഇപ്പൊ മമ്മൂട്ടി പിടിച്ചു വെക്കുന്നത് ഇപ്പൊ പല സിനിമ നന്നാകാൻ കാരണം സ്ക്രിപ്റ്റ് സെലക്ഷൻ കാരണമാണ്. അല്ലാതെ സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രം ഒരാൾക്ക്. പുള്ളി മെയിൻലി മെത്തേഡ് ആക്ടിങ് ആണ്, ഒരുപാട് റിസർച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഫഹദ് ഫാസിലായാലും കമലഹാസനായാലും ഹോളിവുഡിലെ മിക്ക ആക്ടേഴ്സ് ഇവരെല്ലാം മെത്തേഡ് ആക്ടിങ് ആണ്. മോളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്ന വരെ തമാശയോട് ഒടിക്കും, പിന്നെ സെന്റിമെന്റ് സീൻ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഹാങ് ഓവർ ഇല്ലാത്ത വേറെ നടനെ കണ്ടിട്ടില്ല, നടന്മാരിൽ കണ്ടിട്ടില്ല. എല്ലാവരും ഒരുപാട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ മോളെല്ലാം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഹാങ് ഓവർ ഇല്ലാത്ത നടനാണ്. ഓക്കെ. താങ്കൾ ഇപ്പോൾ കുറച്ച് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചല്ലോ. അപ്പോൾ അതിൽ ബ്ലഡി നൈറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ബ്ലഡി നൈറ്റ്. അതിൽ താങ്കളുടെ ആക്ടിങ്ങിനെ താങ്കൾ മെത്തേഡ് ആക്ടിങ് എന്നാണോ നാച്ചുറൽ ആക്ടിങ് എന്നാണോ വിളിക്കുന്നത്? ഞാൻ ഡയറക്ടർ എന്ത് പറഞ്ഞു അത് ചെയ്തു. ഞാൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. ഞാൻ ഡ്രാമ പ്ലേസും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒട്ടും ആക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ആവറേജ് ആക്ടിങ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ആക്ടിങ് പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ മെത്തേഡ് ആക്ടിങ് അല്ല, ഞാൻ ഡയറക്ടർ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നു. ഓക്കെ. ഈ ബ്ലഡി നൈറ്റിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. അതായത് കുറച്ച് ഇന്റൻസ് സീൻസ് ഒക്കെ നൈറ്റ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. അതെ, അത് എന്നോട് 2 സീൻ അഭിനയിക്കാൻ പറഞ്ഞ വിളിച്ചതാ. ഞാൻ രാത്രി 7:30 പോയി. സ്ക്രിപ്റ്റും വായിച്ചിട്ടില്ല. 2 സീൻ പറഞ്ഞപ്പോൾ 7:30 പോയിട്ട് രാത്രി 3 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ അത് ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നതായിട്ട് നിർത്തുകയാണ്. കാരണം നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓ അത് ശരി, ഫ്രീ ആയിട്ട് നമ്മളെ ഞാൻ ആ ബ്ലഡ് നൈറ്റിന്റെ ഡബിങ്ങിന് പോയപ്പോൾ കാശ് മേടിച്ചത് ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നതായിട്ട് നിർത്തുകയാണ്. അത് താങ്കൾ ഇങ്ങനെ ഈ ഒരു തരം വിവരം, അതായത് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ സംഭവിക്കുന്നത്. എത്രയോ കാര്യം പറയുന്നു, അത് എന്തിട്ടാലും എൻ്റെ ഫേസ്ബുക്കിലായാലും എവിടെയായാലും എന്തിട്ടാലും നെഗറ്റീവ് കമന്റ്സ് ആണ്.
അത് താങ്കൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടല്ലേ, മറിച്ച് താങ്കളുടെ പാത മാറ്റിയാൽ നെഗറ്റീവ് കമന്റ്സിന് പകരം പോസിറ്റീവ് വരും. താങ്കൾ ഒരിക്കലും പറയുന്നത് താങ്കൾ റീച്ചിന് വേണ്ടി എന്ത് വിവരക്കേടും പറയുമെന്നാണോ താങ്കൾ പറയുന്നത്? വിവരക്കേടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഈ പറയുന്ന ഹണി റോസിന്റെ കാര്യങ്ങളും അതുപോലെ ഈ പറയുന്ന അതൊക്കെ ഒരു മാന്യനായിട്ടുള്ള ഒരാൾക്ക് ചേർന്ന്. അതാണ് ഞാൻ ചോദിച്ചത്, താങ്കളുടെ സമൂഹത്തിൽ താങ്കൾ അറിയുന്ന ആൾക്കാർ എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. താങ്കൾ ഇങ്ങനെ ഒരു രീതിയിൽ താങ്കൾ പറഞ്ഞല്ലോ ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആകാൻ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ ആഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സുപ്രസിദ്ധിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ. മറിച്ച് ചാർലി ചാപ്ലിനും സുപ്രസിദ്ധനാണ്, അദ്ദേഹം കുപ്രസിദ്ധനല്ല. പീപ്പിൾ ലവ്സ് ഹിം അല്ലേ? ഒരു കോമാളി ഇമേജ് വന്നിട്ടുണ്ട്. ബട്ട് അതൊരു മോശം കോമാളി ഇമേജ് അല്ലേ താങ്കൾക്ക് വന്നിരിക്കുന്നത്? എന്താണ് താങ്കൾ അതിനെ അനലൈസ് ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നു, ഞാൻ വേറൊരു സ്ഥലത്താണ് ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റലക്ച്വലായി മാറി തന്നെ. ഇവിടുത്തെ ആളുകളുടെ ഒരു മനഃസ്ഥിതിയാണ്, അവരാരും അംഗീകരിക്കില്ല. അത് ശരി. അപ്പോൾ മലയാളികളുടെ കുഴപ്പം തന്നെയാണ്, കുറേയല്ല മലയാളികളുടെ കുഴപ്പമാണ്. മലയാളികളുടെ കുഴപ്പമാണ്. വേറെ സ്ഥലത്താണ് ഞാൻ ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയായി മാറി തന്നെ. ഇവിടുത്തെ ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ, നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കലാകാരന്മാരൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ മോഹൻലാലിന്റെ എത്ര ക്രിറ്റിസിസം കേൾക്കണം. ഒരു കാലത്ത് ഇത്രയും മോഹൻലാൽ സുപ്രസിദ്ധനാണ്, എത്രയോ തെറിവിളിയായിട്ട് വില്ലനായിട്ട് വന്നൊരു നടനാണ്. എന്നിട്ടും അദ്ദേഹം വളരെ പണ്ട് 80-90 പോലെയാണ്. ഇപ്പൊ എത്ര തെറിവിളിയെ വിളി കേൾക്കണം. പുള്ളിക്ക് ഇപ്പൊ നല്ല റോൾസ് പോലും കിട്ടുന്നില്ല, റോൾസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ പുള്ളി ഔട്ടായി, ഫീൽഡ് ഔട്ട് ആയെന്നാണ്. ഫീൽഡ് ഔട്ട് എന്നല്ല, പുള്ളിയെ ചുറ്റുമുള്ള ഒരു ഗ്യാങ് ആണ് പുള്ളിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അങ്ങനെ പോസിറ്റീവ് പോപ്പുലാരിറ്റി സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി ആണുള്ളത്. ഓക്കെ, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് പോസിറ്റീവ് സംഭവം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി മാക്സിമം നേടിയെടുക്കുക എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചല്ല, എനിക്ക് ആ ലൈം ലൈറ്റിൽ നിൽക്കണം, അത്രേ. താങ്കൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടാറുണ്ടല്ലോ, ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് താങ്കൾ ഓരോ നെഗറ്റീവ് കമന്റ്സ് പറയാറുണ്ട്. ഇപ്പം നടിമാരുടെ കാര്യം പറയണമെങ്കിൽ ഐശ്വര്യലക്ഷ്മി, അവരെ ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ലിപ് ലോക്ക് ആണ്, ഞാൻ സിനിമയിലാണ് പറഞ്ഞത്, ജീവിതത്തിലല്ല. പക്ഷെ അങ്ങനെയാണ് സിനിമയിൽ. ഞാൻ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ ഹണി റോസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ വേറെ എന്തൊക്കെയോ കാര്യം പറയാം, അതൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ വിവാദമായ കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുന്നത്? വിവാദങ്ങൾ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. വിവാദമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആരും ചോദിക്കില്ലല്ലോ. വേറെ ഞാൻ ഫിലോസഫി കുറിച്ച് ക്വാണ്ടം മെക്കാനിക്സ് കുറിച്ച് അതുകൊണ്ട് ട്രോൾ ആവില്ല. ട്രോൾ ആവുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്? ഹണി റോസ് വെച്ച് പറയുന്ന കാര്യവും ഫിലോസഫിക്കലായി എഡ്യൂക്കേറ്റഡ് ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം കേൾക്കുമ്പോഴല്ലേ അത് ട്രോൾ ആവുന്നത്. സത്യത്തിൽ സന്തോഷിനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് താങ്കൾ ഒരു എന്താണെന്ന് സത്യത്തിൽ താങ്കളെ കുറിച്ച് പഠിക്കുമല്ലോ. ഒരാളെ നമ്മൾ കുറച്ച് അറിയാൻ ഇങ്ങനെ ആറാട്ടണൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് താങ്കൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് എന്തുകൊണ്ട് താങ്കൾ ഇതിനെ അധപ്പതിച്ച രീതിയിൽ ഒരു തരം ബാഡ് ഫെയിമിന് വേണ്ടി പുറകെ നടക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ എറാസ് ചെയ്യുകയും ചെയ്യുന്നത് അവിടെ എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, താങ്കൾക്ക് നല്ല ഇമേജ് വേണ്ടാതെ വെറും ഇമേജ് സംഭവം ഉണ്ട് ഇവിടെ. ഇപ്പൊ ഞാനിപ്പോ നല്ലത് മാത്രം പറഞ്ഞു കോമാളി ആകുന്നതിന് പകരം ആൾക്കാരാണ് കോമാളിയായിട്ട് കാണിക്കുന്നത്. ഈക്വൽ ആണ് അവിടെ വെക്കുന്നത്. താങ്കൾ ട്രോളുകൾ കാണാറില്ലേ? തീർച്ചയായിട്ടും താങ്കൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ. ഉറപ്പായിട്ടും ഈ പെരേരയുടെ പറയാത്ത പല കാര്യങ്ങളും മീഡിയ പറയേണ്ടല്ലോ. ഞാൻ പറയാത്ത പല കാര്യങ്ങളും മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കളെ ഈ പറയുന്ന ലെവലിൽ എത്തിച്ചത് മീഡിയ എന്നാണ് താങ്കൾ പറയുന്നത്. മീഡിയ എന്നോട് സിൻസിയറിറ്റി കൊണ്ടൊന്നല്ല, അവർക്ക് റീച്ച് ഇട്ടാൻ വേണ്ടി അവരെന്നെ ഉപയോഗിച്ചു. താങ്കൾ മീഡിയ ഉപയോഗിക്കുന്നില്ലേ? ഞാൻ അവിടെ ഉപയോഗിച്ചെന്ന് പറയുന്നത്. താങ്കൾ അതുകൊണ്ടല്ലേ യൂട്യൂബ് തുറന്നു വെച്ചതെല്ലാം ഈ കണ്ടതെല്ലാം പറയുന്നത്. പോസിറ്റീവ് രീതിയിലല്ല കാണിച്ചിരിക്കുന്നത്, നെഗറ്റീവ് രീതിയിൽ കാണിച്ചിരിക്കുന്നത്. താങ്കൾക്ക് നെഗറ്റിവിറ്റി അല്ലേ വേണ്ടത്? താങ്കൾ അത് തന്നെ കുറച്ച് മുമ്പ് തുടക്കം തൊട്ട് അത് തന്നെയാണല്ലോ പറയുന്നത്, നെഗറ്റിവിറ്റി ആണ് എനിക്ക് വേണ്ടത്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ല? കാരണം ഇവിടെ ആൾക്കാർക്ക് നല്ലത് വേണ്ട. താങ്കൾക്ക് എന്താണ് ശരിക്കും വേണ്ടത്? എനിക്ക് നല്ല കാര്യങ്ങൾ വേണ്ട. എനിക്കൊരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി അറിയപ്പെടാൻ ആഗ്രഹം. ആക്ച്വലി പ്രാക്ടിക്കലും തീരുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. തിയററ്റിക്കലി ഞാൻ അതൊക്കെ ആഗ്രഹിക്കണം, പക്ഷേ പ്രാക്ടിക്കലി ആളാകില്ല. ഓക്കെ, താങ്കൾ ഒരിക്കലെങ്കിലും ഒരു ഇന്റലക്ച്വൽ വേണ്ട, ഒരു നോളജബിൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലല്ലേ, ആൾക്കാർക്ക് അറിവ് നൽകുന്നത്. താങ്കളുടെ ഇപ്പോൾ സദ്ഗുരു പോലുള്ള ചാനലുകളുണ്ട്, അതിനകത്ത് നല്ല കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതും താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു 10 ദിവസം മുമ്പ് ഇന്റർവ്യൂ താങ്കൾ പറയും സദ്ഗുരു ജെന്യൂൻ അല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? സദ്ഗുരുവിന്റെ കോടിക്കണക്കിന് ഫിലോസഫറുടെ ദരിദ്രനായി ഇവരെല്ലാം എത്ര രൂപ ഉണ്ടാക്കണം, ഇവരെല്ലാം ഇത് വെച്ച് പണം ഉണ്ടാക്കുക. ശരിക്കുള്ള ഫിലോസഫേഴ്സ് ഇവരൊന്നല്ല, ഓൾസോ സദ്ഗുരു ഒന്നല്ല. അല്ല, യഥാർത്ഥ കലാകാരൻ ദരിദ്രനാണ് പറഞ്ഞോളെ, യഥാർത്ഥ ഫിലോസഫറും ദരിദ്രനാണ്. അപ്പൊ ഇവര് ഈ സദ്ഗുരു ആയാലും ഓശോ ആയാലും ജെന്യൂൻ ഫിലോസഫേഴ്സ് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് താങ്കൾ മേക്കിംഗ് മില്യൺസ് ഓഫ് മണി. ഓക്കെ, അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ പണ്ടത്തരമാണെന്നാണോ താങ്കൾ? പണ്ടത്തരമല്ല, അവർക്ക് കാശ് ഇടാൻ വേണ്ടി ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫിലോസഫേഴ്സ് രൂപ ഉണ്ടാക്കുന്നതല്ല, അദ്ദേഹം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല മെസ്സേജുകൾ. 1% എമൗണ്ട് ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് കാര്യം? ഇപ്പൊ 100 രൂപ കിട്ടിയിട്ട് അല്ലെങ്കിൽ 1 രൂപ എടുത്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? ഇവർ ഹെൽപ്പ് ചെയ്യുന്ന എമൗണ്ട് പറഞ്ഞാൽ ടോട്ടൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു 1% പോലും ഇവർ ഹെൽപ്പ് ചെയ്യുന്നില്ല. 1% അവരുടെ വെൽത്ത് ഉണ്ടാ, 1% പോലും അവർ കൊടുക്കുന്നില്ല.
ഓക്കെ ഈ സെലിബ്രിറ്റികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ അത് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും 1% പോലും അവർ കൊടുക്കുന്നില്ല. ഇവിടെ പല സെലിബ്രിറ്റീസും ചാറ്റ് ചെയ്യുന്ന ട്രസ്റ്റ് അല്ല വളരെ ശരിയായ രീതിയിലൊന്നല്ല. ഇവിടെ ബ്ലാക്ക് ഞാൻ പേര് പറയുന്നില്ല, പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ബ്ലാക്ക് മണി കൺവേഴ്സ് മറ്റേക്കാണ്. പക്ഷെ ഇത് ഒരു ചാനലാണ്, താങ്കൾ ഇതിലൂടെ പറയുമ്പോൾ ഇതിനൊക്കെ താങ്കൾ തിരിച്ച് മറുപടി കൊടുക്കേണ്ടി വരും, ഇങ്ങനെ പറയുമ്പോൾ ബ്ലാക്ക് മണിയാണ് എന്ന്. ഇപ്പൊ എങ്ങനെ സിനിമ ഉണ്ടാക്കണം, ഇപ്പൊ സിനിമ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഒരു ഫോറിൻ സിനിമയിലെ ഫിലിം സ്റ്റോറി കോപ്പി അടിച്ച ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയും പിന്നെ പെണ്ണുങ്ങളൊപ്പം നടക്കാൻ വേണ്ടിയും ഇങ്ങനെ എല്ലാം ചെയ്ത് സിനിമ ഉണ്ടാക്കിയിട്ട് മോശമായ രീതിയിൽ ഉഴപ്പൻ രീതിയിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ട ആ സിനിമയ്ക്ക് നല്ല റിവ്യൂ കൊടുക്കണം എങ്ങനെ ശരിയാവും? ഇവിടെ മനുഷ്യൻ ഇവിടെ അങ്ങനെ ഏതെങ്കിലും സിനിമ എക്സാമ്പിൾ പറയാമോ? പേര് പറഞ്ഞാൽ ശരിയാവില്ല, പ്രശ്നമാവും. ഒരു ഇൻഡസ്ട്രിയെ മുഴുവനാണ് താങ്കൾ ഇങ്ങനെ ഇതാണിപ്പോ നടക്കട്ടെ. പണ്ടല്ല പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് കഷ്ടപ്പെട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓ, അപ്പൊ കുത്തുവാള എടുത്താലേ സിനിമ വിജയിക്കുന്നതാണോ പറയുന്നത്? ഒരു പറ്റി പടം തിയേറ്ററിൽ ഓടണമെന്ന് നിർബന്ധമില്ല, തിയേറ്ററിൽ ഓടണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് രീതിയിൽ കാശ് കിട്ടുന്നുണ്ട്, തിയേറ്ററിൽ ഓടാതെയും കാശ് കിട്ടുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ക്യാമറാമാൻ, അവർക്ക് എന്ത് കിട്ടുന്നു? ഈ ലൈറ്റ് ബോയ്സ് അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു? 1000 ആൾക്കാരെങ്കിലും ഒരു സിനിമയിൽ, മിനിമം 500 ആൾക്കാരെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? അവർക്കെല്ലാം എന്ത് കിട്ടുന്നു പറഞ്ഞാൽ അവർക്ക് ഫെയിമും കിട്ടുന്നില്ല. ഇവിടെ ആക്ടേഴ്സും ആക്ട്രസ്മാരാണ് എല്ലാം കൊണ്ടുപോകുന്നത്, മണിയും ഫെയിം അല്ല. സൗണ്ട് എഞ്ചിനീയർ, എഡിറ്റേഴ്സ്, എത്ര പേര് പറഞ്ഞു അവരൊന്നും അറിയപ്പെടുന്നുമില്ല. അവർക്ക് കിട്ടുന്ന കാശും വളരെ കുറവാണ്. അവരറിയപ്പെടാൻ വേണ്ടി അവർ നടിക്കാൻ വരുന്നില്ല, അവർ അറിയപ്പെടും. ഇപ്പൊ റസൂൽ ബുക്കിന്റെ സൗണ്ട് വാളാണ് വിളിച്ചോണ്ടിരുന്നത്. റസൂൽ ബുക്കിക്ക് അവിടെ എപ്പോഴും ഫേമസ് ആയി വരുന്നത് ആക്ടേഴ്സും ആക്ട്രസ്മാർക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റിയോ മണിയോ വേറെ ആർക്കും കിട്ടില്ല. കാരണം അവരെയാണ് ആൾക്കാർ കാണുന്നത്. അതൊരു തലവല്ലേ, ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്. അത് സിനിമ ഫീൽഡിൽ ആക്ടേഴ്സും ആക്ട്രസ്മാരെക്കാട്ടിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒന്നും ആവുന്നില്ല. ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, അയാളൊന്നും അറിയപ്പെടുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹൻലാലിന്റെ അത്രയും പോപ്പുലാരിറ്റി പ്രിയദർശനുണ്ടെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. മോഹൻലാൽ വേറൊരു തലമാണ്, അദ്ദേഹം ആക്ടർ നിലയിൽ അറിയപ്പെടുന്നതാണ്. ആക്ടറുടെ തലവും ഡയറക്ടറുടെ തലവും രണ്ടല്ലേ? ആക്ടർ അറിയപ്പെടുന്ന പോലെ വേറെ ആരും അറിയപ്പെടും. ആക്ടർ അല്ലെ ആക്ട്രസ്മാർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ ഫെയിമോ വേറെ ആർക്കും എത്രയോ ആൾക്കാർ. ഇപ്പൊ ഞാൻ പോലും സിനിമയെ കുറിച്ച് സിനിമ സീരിയസ് ആയി കാണുന്നവർക്ക് അറിയാം, അല്ലാതെ സാധാരണ പബ്ലിക്കിന് എങ്ങനെ അറിയാം? സാധാരണ പബ്ലിക് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലിന് കിട്ടിയ പബ്ലിസിറ്റി വേറെ ആർക്ക് കിട്ടുന്നത്? തീർച്ചയായിട്ടും മമ്മൂട്ടി മോഹൻലാലിന് കിട്ടിയ പബ്ലിസിറ്റി ലെജൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പൃഥ്വിരാജ് അറിയപ്പെടുന്നില്ലേ? പൃഥ്വിരാജ് അറിയപ്പെടുന്നില്ലേ? നടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നടി എന്ന് പറയുന്ന ഒരു വിങ് ആണ്, ഒരു സിനിമയുടെ ബ്രെയിൻ വർക്ക് എല്ലാം ചെയ്യുന്ന ഡയറക്ടേഴ്സും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഫെയിം എന്ന് ആഗ്രഹിക്കാത്തത്. അവരൊരിക്കലും ലൈം ലൈറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നടനത്തിലേക്ക് വരണ്ടേ? ഹോളിവുഡിലല്ല ഡയറക്ടേഴ്സിന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. സ്പിൽബർഗിന്റെ പേരില, കാമറൂണിന്റെ പേരില, ക്രിസ്റ്റഫർ നോളൻ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആക്ടറിന്റെ ആക്ട്രസിന്റെ പേരിൽ അറിയപ്പെടുന്ന. ഫോറിൻ കൺട്രീസിൽ അങ്ങനെയല്ല. ഹോളിവുഡിലല്ല. അവിടെ ക്രിസ്റ്റഫർ നോളന്റെ പടം പറഞ്ഞിട്ടില്ലേ? കമൽ ഫിലിം, സത്യനന്ദിക്കാട്, ജീത്തു ജോസഫ്. അതല്ല സിനിമ കാണുന്ന മറ്റുള്ളവർ അത്രയും പബ്ലിസിറ്റി കിട്ടില്ല അവർക്ക്. സിനിമ റെഗുലറായി സിനിമ കാണുന്നവരും സിനിമയെ സീരിയസ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. വേറെ സാധാരണ ആൾക്കാർക്ക് മമ്മൂട്ടി മോഹൻലാൽ അറിയാത്ത മലയാളീസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അല്ല, അത്രയും പബ്ലിസിറ്റി ഞാൻ പറഞ്ഞ ഇവർക്ക് കിട്ടില്ല എന്നുള്ള പറഞ്ഞ, ഇവരുടെ അത്രയും കിട്ടില്ല പറഞ്ഞ. അതിൽ അത്രയും തന്നെ കിട്ടണമെങ്കിൽ അവരെല്ലാരും ആക്ട് ചെയ്യാൻ പോണ്ടേ? അവർക്കൊന്നും ആക്ട് ചെയ്യേണ്ട ആവശ്യം. ഇതുകൊണ്ട് അവർക്ക് റെക്കഗ്നൈസ് കിട്ടുന്നില്ല. ക്രിസ്റ്റഫർ നോളൻ സിനിമ അറിയപ്പെടുന്ന ജെയിംസ് കാമറൂണിന്റെ പേരിലും ക്രിസ്റ്റഫർ നോളന്റെ പേരിലും സ്പിൽബർഗിന്റെ പേരിലും. മലയാള സിനിമയാണ്, ഇത് കോളിവുഡ് അല്ലേ? ആയിക്കോട്ടെ, ഇവിടുത്തെ കുഴപ്പമാണ് ഇവിടെ എല്ലാ ക്രെഡിറ്റ്സും എല്ലാം കൊണ്ടുപോകുന്ന ആക്ടേഴ്സും ആക്ട്രസ്മാരുമാണ്. ഞാൻ കാര്യം ഞാൻ മമ്മൂട്ടി ആക്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ജോൺ പാടിയിട്ടുണ്ട്, പാട്ടും പാടിയിട്ടില്ല. അതിൽ വരെ ചെറുതായിട്ട് പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പുള്ളിക്ക് പറ്റില്ല. മമ്മൂട്ടിക്ക് ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. അതെന്നെ കഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. അത് ശരി, ആക്ടിങ് മാത്രമേ മമ്മൂട്ടിക്ക് അറിയുള്ളൂ. ആക്ടിങ് മാത്രം അറിയാവുന്ന മോഹൻലാലിന്റെ അത്രയും ടാലന്റഡ് എനിക്ക് തോന്നിയിട്ടില്ല. ടാലന്റ് തോന്നിയിട്ടില്ല മമ്മൂട്ടി. ടാലന്റഡ് അല്ല, ടാലന്റ് അല്ല. പുള്ളി പറഞ്ഞിട്ട് തേച്ച് മിനിക്ക് വന്ന് നടന്ന പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് വേണം. ഒരു നടൻ എന്നല്ല ഏത് ജോലിയിലും അവർക്ക് ആവശ്യമാണ്. ഒരു ബോൺ ആക്ടർ പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാലിന്റെ മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ്ങും രണ്ടും ഉണ്ട്. ഇയാൾക്ക് പല റോളും ഇപ്പൊ മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാലിന് പറ്റും, പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല.
പറ്റില്ല. ഓരോരുത്തർക്ക് അനുയോജ്യമായതുള്ളൂ മാത്രമേ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മോഹൻലാലിന് ഒരു 80യുടെ അവസാനം 90 എന്റെ ചൈൽഡ്ഹുഡ് സമയത്ത് ഭ്രമയുഗം മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അത് അഭിനയിക്കാൻ പറ്റും, പക്ഷെ പുള്ളിയുടെ ബോഡി കാണിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതെന്താ? പുള്ളിക്ക് അങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ബോഡി ഇല്ല. അദ്ദേഹം ഏതിനു വേണ്ടിയും തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. എന്റെ ചൈൽഡ്ഹുഡ് സമയത്ത് 80കളുടെ അവസാനം 90 ആദ്യം അന്ന് മോഹൻലാൽ ചെയ്ത റോൾസിന് റേഞ്ച് ഒന്നും ആർക്കും പറ്റില്ല. വ്യത്യസ്തമായ റോൾസാണ് ചെയ്തത്. ഇപ്പൊ മമ്മൂട്ടി എന്താണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പം? മമ്മൂട്ടി അന്ന് ചെയ്ത ഇത്രയും വെറൈറ്റി ഇത്രയും ചെയ്തിണ്ട അത് മാത്രം പുള്ളിക്ക് ആ സമയത്ത് ഹ്യൂമർ പറ്റില്ലായിരുന്നു, പലതും പറ്റില്ലായിരുന്നു. ഓരോരുത്തർക്ക് പറ്റുന്നതല്ലേ ഏറ്റവും വേഴ്സറ്റാലിറ്റി. എന്ത് റോളും ചെയ്തൊരു മോഡലാണ് ആ സമയത്ത്. എന്ത് റോൾ കൊടുത്താലും ചെയ്യുന്ന പുള്ളിയുടെ റേഞ്ച് വളരെ ഹൈ ആയി. എന്ത് റോൾ കൊടുത്താൽ പുള്ളി ചെയ്യും. താങ്കൾ തന്നെ പറയുന്നു മോഹൻലാൽ നാച്ചുറൽ ആക്ടർ ആണെന്ന് പറയുന്നു. നാച്ചുറലും ആണ്, മെത്തേഡും ആണ്. മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് പ്രിപ്പയർ ചെയ്യും, അല്ലാത്ത സ്ഥലത്ത്. പക്ഷേ എന്നാലും രണ്ടുപേരും കൂടെ ഒരു രണ്ട് ത്രാസിലിരുത്തിയാൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ മമ്മൂട്ടിയിൽ നിന്ന് വരുന്നില്ലേ? മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അപ്പൊ നേരത്തെ ഒന്നും ബാഡ് ടൈംസ് ആയിരുന്നു. ബാഡ് ടൈം എന്നല്ല, ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അത് മെയിൻലി സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ടാണ്. നല്ല സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ ആക്ടിങ്ങോ കൊണ്ടല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രമാണോ? അല്ല, പുള്ളി ഒരു റോഷാക്ക്, ഭ്രമയുഗം, ഇതൊക്കെ ആക്ഷൻ തന്നെ വേണ്ടേ? അല്ല, സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത പുള്ളി. നല്ല പുള്ളി വെള്ളിത്തിരയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണ്ടേ സന്തോഷ്? ഭാവ അഭിനയത്തിൽ കാര്യത്തില് മോഹൻലാൽ തന്നെയാ മുന്നില്ല. മമ്മൂട്ടിക്ക് സ്ലാങ്. ഭ്രമയുഗത്തിൽ കൂടുതലും ഭാവാഭിനയമാണ്. ഭാവാഭിനയം ഇല്ലായിരിക്കും ഭ്രമയുഗം പാളിപ്പോയനെ. ഭാവ അഭിനയത്തിൽ ഏറ്റവും മുമ്പിൽ മോഹൻലാൽ തന്നെയാണ്. ഈ സ്ലാങ്, പിന്നെ മറ്റേ പൗരുഷ ശബ്ദം, ഇതിലെല്ലാം മമ്മൂട്ടി. ഒരു പാതിര കൊലപാതകം, അതിനകത്ത് മമ്മൂട്ടി എത്ര റോളിൽ അഭിനയിച്ചു, എന്തെല്ലാം വേഷങ്ങൾ അഭിനയിച്ചു. മമ്മൂട്ടിക്ക് പല മോഹൻലാൽ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ റോൾ പലരും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു കിലുക്കം പോലെ മൂവിയോ സ്പടികം പോലെ മൂവി ചെയ്യാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ ജോണർ അല്ല. അദ്ദേഹം പപ്പയുടെ സ്വന്തം അപ്പൂസ് ചെയ്ത് തമാശകൾ ചെയ്തു. പറഞ്ഞെന്താണ്, മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാലിന് പറ്റും, പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. അതിപ്പോ പറയാനൊന്നും പറ്റില്ല. റേഞ്ച് മമ്മൂട്ടിക്ക് ഇല്ല. അതാ ഞാൻ ചോദിച്ചത്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ റോഷാക്ക് മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ പൊന്തമാട മോഹൻലാൽ അഭിനയിച്ച, എന്ത് സംഭവിക്കും? മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്താ ഇനിയിപ്പോ അഭിനയിപ്പിച്ച് നോക്കണം. ഞാൻ പറയട്ടെ, മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്താ ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഫഷണൽ ഡെഡിക്കേഷൻ ആണെങ്കിലും മോഹൻലാൽ തന്നെയാണ് മുന്നിൽ. പക്ഷെ പേഴ്സണലി സന്തോഷി പറയുന്നത് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ മെഗാസ്റ്റാറിനെയാണ് താങ്കൾ ചവിട്ടി താഴ്ത്തുന്നത്. ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻ നടന്നു. ആ ലിമിറ്റേഷൻ അപ്പുറം അഭിനയിക്കുന്ന നടനാണ് അദ്ദേഹത്തെ. നമ്മളെ ഹാറ്റ്സ് ഓഫ് അല്ലേ ചെയ്യേണ്ടത്? ഇത്ര കാലങ്ങളായിട്ട് മലയാളം നെഞ്ചിലേറ്റുന്ന നടനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഇയാളെ പോലെ ഒരു ബോൺ ആക്ടർ അല്ല മോഹൻലാൽ. ആക്ടർ ആവാൻ വേണ്ടി ജനിച്ച ആളാണ്. അദ്ദേഹം പഠിച്ചു, ലോയറായി എന്നതാണോ അദ്ദേഹത്തിന്റെ തെറ്റ്? പഠനം ഒരു തെറ്റാണ്. നാച്ചുറൽ ആയിട്ട് ഒരു ആക്ടിംഗ് ടാലന്റ് ഇല്ല. പുള്ളി തേച്ച് മിനിക്ക് പുള്ളിയുടെ മെത്തേഡ് ആക്ടിങ് മാത്രമേ പുള്ളിക്ക് പറ്റുള്ളൂ. പുള്ളി രാജമാണിക്കും പോലും മെത്തേഡ് ആക്ടിംഗ് ചെയ്ത. മമ്മൂട്ടിക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ പറ്റുള്ളൂ. മോഹൻലാലിന് മെത്തേഡും പറ്റും, നാച്ചുറലും പറ്റും. മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണ്ടി ചെയ്യാം. ഞാൻ വിചാരിച്ചു എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. മെത്തേഡ് ആക്ടിംഗ് കാണിച്ചാൽ എനിക്ക് ആവാം. മറ്റേ എനിക്ക് ആക്ടിങ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. ഇപ്പൊ നേരിൽ അഭിനയിച്ച പറഞ്ഞിട്ടുണ്ട് വരാം. മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണ്ടി ചെയ്യാം. ഇപ്പൊ ഹോളിവുഡിലെ മിക്ക നടന്മാർ 2 വർഷം കഥാപാത്രമായി മാറി. കമൽഹാസൻ ചെയ്യുന്ന അതാണ്. ഇപ്പോഴത്തെ എമർജിങ് ആക്ടർ ഫഹദ് ഫാസിൽ, എല്ലാവരും ഇവർ 98% ആക്ടേഴ്സും മെത്തേഡ് ആക്ടിങ് ആണ്. മമ്മൂട്ടി ആണെങ്കിലും. പൃഥ്വിരാജ് വലിയ ആക്ടറായിട്ട് തോന്നിയില്ല. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പൊ ജയസൂര്യ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലം നടയിൽ എന്ത് ഹ്യൂമറാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സ്പോണ്ടേനിയസ് ഹ്യൂമറാണ്. താങ്കളെ പണം കണ്ടില്ലേ? പൃഥ്വിരാജ് ഇസ് മോർ എ ഫിലിമേക്കറാണ്. ഓക്കെ. ആടുജീവിതമൊന്നും വന്നിട്ടില്ല. പൃഥ്വിരാജ് ആസ് എൻ ആക്ടറിനെക്കാട്ടും മോർ ഫിലിമേക്കറാണ്. പുള്ളി ഒരു ഫിലിമേക്കറാണ്. ആക്ടിംഗിൽ ഇപ്പൊ കമൽഹാസനെക്കാട്ടും വലിയ ആക്ടറായിട്ട് എനിക്ക് തോന്നി മോഹൻലാലാണ്. താങ്കളുടെ പെർസ്പെക്റ്റീവ് ആണ്. കമൽഹാസൻ മെത്തേഡ് ആക്ടറാണ്. നാച്ചുറൽ ആക്ടിംഗ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ സിനിമ കൊണ്ടുപോകുന്നത്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്ടർ മോഹൻലാലാണ്. ഓക്കെ, നല്ല വലിയ ആക്ടർ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് മമ്മൂട്ടി മോശം നടനല്ല. മോശം നടന്നാണ് പറഞ്ഞില്ല. കമ്പയർ ചെയ്യുമ്പോൾ കഴിവില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് കഴിവില്ല. കമ്പയർ ടു മോഹൻലാലാണ് ബെറ്റർ. ഇപ്പൊ മോഹൻലാലിന്റെ പടങ്ങളെക്കാളും കൂടുതൽ ഹിറ്റാന്ന് മമ്മൂട്ടിയുടെ പടങ്ങളാണല്ലോ. ഹിറ്റ് ആയതുകൊണ്ട് കാര്യം. രജനീകാന്തിന്റെ എത്ര പടം ഹിറ്റ് ആയിട്ട് ഓടുന്നു. ഇതുകൊണ്ട് അയാൾ നല്ല ആക്ടറാണ്. ക്ലാസിക് മൂവീസ് ഭ്രമയുഗം, റോഷാക്ക് രജനീകാന്തിന്റെ എത്രയോ പടങ്ങൾ ഓടിയിരിക്കുന്നു. മോഹൻലാൽ ഒരിക്കലും ചെയ്തിട്ടില്ല റോഷാക്ക് പോലുള്ള പടങ്ങള്, കണ്ണൂർ സ്ക്വാഡ് പോലുള്ള പടങ്ങള്. അതുപോലെ ഈ പറയുന്ന ഭ്രമയുഗം മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് പുള്ളിയുടെ കുഴപ്പം പറഞ്ഞാൽ പുള്ളി ഇപ്പൊ ഒരു കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോണോ? ഭ്രമയുഗം ഇപ്പൊ മോഹൻലാലിന്റെ ഫോക്കസ് സിനിമയിലോ ആക്ടിങ്ങിലല്ല. പുള്ളിയെ ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ 80s 90s അങ്ങനെയല്ല. മോഹൻലാലാണ് തീരുമാനിച്ചോണ്ടിരുന്നത്.
മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ യൗവനം ടോപ്പിലായിരുന്നു. എന്ന് പറയാൻ പറ്റില്ല. അന്ന് മമ്മൂട്ടി യൗവനല്ലേ? മമ്മൂട്ടി ഇന്നും യൗവനം. അന്ന് മോഹൻലാലാണ്. നിങ്ങൾ മമ്മൂട്ടി ഇപ്പൊ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അവഹേളിക്കുന്നു. അദ്ദേഹത്തിന്റെ ലുക്കിലും മട്ടിലും എല്ലാം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറയട്ടെ, പറയൂ. ഇന്നാളെ സിബി മലയിൽ ദശരഥ പറഞ്ഞ സിനിമയും കൊണ്ട് മോഹൻലാൽ തന്നപ്പോ ഏത് പടം? മോഹൻലാലിന്റെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല പലർക്കും, പല ഡയറക്ടേഴ്സിനും. തന്നെയാണ് അതിൽ ആരും സംശയമില്ല. പുള്ളി ഇപ്പൊ മാസ് ഫിലിംസാ മെയിൻലി ചെയ്യുന്ന, ഇപ്പൊ മാസ് ഫിലിംസാ ചെയ്യുന്ന. ഇപ്പൊ പല ഡയറക്ടേഴ്സിനും മോഹൻലാലിന്റെ അടുത്ത് കൂടെ എത്താൻ പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് അപ്രോച്ചബിൾ. കാരണം ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യാൻ. ഇവിടെ തന്മാത്രം എന്ന സിനിമ ആദ്യം ബ്ലസ്സി മോഹൻലാൽ വന്നപ്പോ മോഹൻലാൽ ചുറ്റിലെ ആൾക്കാർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. പിന്നീട് മോഹൻലാൽ പിന്നെ എങ്ങനെയോ കണ്ടു, ബ്ലസ്സി കണ്ടപ്പോഴാണ് സ്ക്രിപ്റ്റ് വെച്ച് പുള്ളി പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. ശ്രീനിവാസൻ മോഹൻലാലിനെ കളിയാക്കി വെള്ളം പറഞ്ഞില്ലേ, കുറെ സത്യം തന്നെയാണ്. കുറെ സത്യം തന്നെയാണ്. പുള്ളിയെ ചുറ്റുള്ള ഗ്യാങ് ആണ് പുള്ളി നശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മോഹൻലാൽ ഇപ്പോഴും നല്ല റോൾസ് കിട്ടിയാണ്. അതിന്റെ ഇടയ്ക്ക് പോയി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്ക് ആകെ പറയാവുന്ന ഭാവാഭിനയമാണ്, അതാ കൂട്ടി കളഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ഇനി ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇത്രയും നേരം സിനിമ വിശേഷങ്ങളും സിനിമയുടെ താങ്കളുടെ പെർസ്പെക്റ്റീവും ഒക്കെയാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആസ് എ പേഴ്സൺ എന്ന നിലയിൽ താങ്കൾ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹം, അത് ഇതിലും താഴേക്ക് പോവുമോ താങ്കളുടെ രീതികളൊക്കെ? നെഗറ്റീവായി പറയുന്ന ഇങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ട്. എന്തുകൊണ്ട് മലയാള സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ താങ്കളുടെ റിവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത റിവ്യൂകൾ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് മിക്ക സിനിമകളും ഇപ്പൊ ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. അപ്പൊ അതിൽ താങ്കളും പെടത്തില്ലേ? ഞാൻ പെടുന്നില്ല. കാരണം ഞാൻ റിവ്യൂ ശരിക്കും ജെന്യൂൻ റിവ്യൂ പറയുന്ന വേറെ പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ കിം ബോയ് കുറെ ആൾക്കാർ ഉണ്ടല്ലോ. അശ്വങ്കോക്കിനെക്കാട്ടി ജെന്യൂൻ റിവ്യൂ എനിക്ക് തോന്നിയത് ഉണ്ണി വ്ലോഗാണ്. അശ്വങ്കോക്കും കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഷസാം മെയിൻലി ടെക്നോളജി അതൊക്കെയാണല്ലോ. എനിക്ക് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് എല്ലാ രീതിയിലും പറയുന്നത് ഉണ്ണി വ്ലോഗാ തോന്നിക്കുന്നത്. താങ്കൾ ഏത് തരത്തിലാണ് ഇനി റിവ്യൂ? ഞാൻ തിയേറ്റർ റിവ്യൂയുടെ ആളാണ്. തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ ആ തിയേറ്റർ റിവ്യൂ ഒരു ബ്രീഫായിട്ട് ഒരു ഷോർട്ട് ടൈമിൽ കൊടുക്കുന്ന ആളാണ്. മുഖ്യധാരാ സിനിമകളിലേക്ക് ഈ ഷോർട്ട് ഫിലിം നിർത്തിയിട്ട് മുഖ്യധാരാ സിനിമകളിലേക്ക് ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഒമറിലൂടെ പടത്തിൽ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ ബസ്സോക്കിയിൽ അഭിനയിച്ചു. ഞാൻ ആക്ടിങ്ങിനോട് വലിയ പാഷനൊന്നുമില്ല, വലിയ റീടേക്ക് ഒന്നും എടുക്കുന്നില്ല. അതേ റീടേക്ക് എടുക്കില്ല, പെട്ടെന്ന് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ആക്ടിങ് അതുകൊണ്ടല്ല, എന്റെ നാച്ചുറൽ ആക്ടിങ് ആണ്. ആക്ടിങ് പ്രോസസ് ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആക്ടിങ് ആണ് താങ്കളുടെ? ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. എന്നെ അങ്ങനെ കമ്പയർ ഞാൻ അങ്ങനെ വലിയ ആക്ടർ ഒന്നല്ല. എന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് ആൾക്കാർ അഭിനയിക്കുന്നത്, ഞാൻ ആക്ടറെ കൊണ്ടല്ല. എന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് അഭിനയിക്കുന്നത്, ഞാൻ വലിയ ആക്ടർ ഒന്നല്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച അത്ര മോശമല്ല, അത്ര മോശം ആക്ടർ അല്ല. പക്ഷേ താഴത്തെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഓടുമല്ലോ. നേര് പലരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ വന്നാലും ആക്ടിങ് പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യുന്ന ഈ ചളിയടിക്കുന്നതാണോ? ചളിയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്റലക്ച്വൽ ആയ കാര്യം പറയുമ്പോഴാണ്. ഇന്റലക്ച്വൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്ലഷർ എന്ന് പറയും. അതായത് ഫിലോസഫി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനത്തെ കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യം. അതിൽ താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്യേണ്ട, പക്ഷെ അത് മാത്രം ചെയ്താൽ ഞാൻ ഔട്ടാവും. ഈ മാസിന്റെ സപ്പോർട്ട് പോകും. എനിക്ക് മാസിന്റെയും ക്ലാസിന്റെ രണ്ടുപേരും സപ്പോർട്ട് വേണം. ഇപ്പൊ ഞാൻ എപ്പോഴും രണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ബാഡ് ഫെയിം എന്നല്ല, അതാണ് താങ്കൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാനാവോ? അത് കുറെ എല്ലാം മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. നമ്മള് വേറെ ഞാനിപ്പോ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്തൊക്കെ കാര്യം പറയുന്നു. ഈ ഹണി റോസിലെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നതാണ് ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യവും ഐസൊലേഷനെ കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെയാണ്. എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചും സദ്ഗുരു മോശമാണ്, എന്തുകൊണ്ട് ഞാൻ ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫിയിൽ പറയുന്നത് അതുകൊണ്ട് വൈറലാവില്ലല്ലോ. അത് വൈറലാവില്ല, അങ്ങനത്തെ കാര്യമൊന്നും വൈറലാവില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യം മാത്രമേ വൈറലാവുള്ളൂ. താങ്കൾക്ക് അത്രയും തൊലിക്കെട്ടിയുണ്ടോ? അതായത് ഈ ഫിലോസഫി സംസാരിക്കുമ്പോൾ നമുക്കൊരു അഭിമാന ബോധമാണ്, നമ്മൾ പഠിച്ചതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നല്ല രീതിയിൽ താങ്കൾ റെൻഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂവിൽ. പക്ഷേ താങ്കൾ ഇതേ വാഗൊണ്ട് തന്നെ ഇതേ സംസാരിച്ച അതേ വ്യക്തി തന്നെ ഹണി റോസിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെ സിനിമാ നടികളെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു തരം മ്ലേച്ഛതയല്ലേ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ല? ഒരു മോശമായ പ്രവൃത്തിയാണ് താങ്കൾക്ക് തോന്നിയിട്ടില്ല? താങ്കൾ ലജ്ജിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് മോഹൻലാൽ അല്ലെ മമ്മൂട്ടി റൊസാക്കും മറ്റേ കണ്ണൂർ സ്ക്വാഡ് ഇതെല്ലാം ചെയ്യുന്നു, ഒപ്പം ടർബോ ചെയ്തത് അനോളജി. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും
മാസ് മാത്രമല്ല, മാസും ക്ലാസ് രണ്ടുപേരും സപ്പോർട്ട് ഉണ്ട്. താങ്കൾ തിരിച്ച് മമ്മൂട്ടി മോഹൻലാൽ, താങ്കൾ തിരിച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ശരി എക്സാമ്പിൾ പറഞ്ഞു. അവര് രണ്ടുപേരും സപ്പോർട്ട് ഉണ്ട്, ക്ലാസ്സും ഉണ്ട് മാസും ഉണ്ട്, രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അതേ കാര്യം ഞാനും ചെയ്യുന്നുള്ളൂ. ഞാൻ അവരാണ് പറയുന്നില്ല, കാരണം മെജോറിറ്റി പോപ്പുലേഷൻ മാസാണ്, ക്ലാസ് കുറവാണ്. മമ്മൂട്ടി മോഹൻലാലും കുപ്രസിദ്ധരല്ല, അവർ സുപ്രസിദ്ധ. മോഹൻലാൽ ഇപ്പൊ കുപ്രസിദ്ധനായിട്ട് അറിയപ്പെടുന്നത് ഒരിക്കലും എനിക്ക് തോന്നില്ല. അതൊക്കെ ചില ക്രിറ്റിസിസങ്ങൾ മാത്രമാണ്. 40 വർഷം ഒരു ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ലോക മഹാനടനാണ് അദ്ദേഹം. മമ്മൂട്ടിയുടെ PR വർക്ക് കൊണ്ടെന്ന് അറിയില്ല, മോഹൻലാൽ ഇപ്പോൾ വളരെ നെഗറ്റീവ് ഇമേജ്. PR വർക്ക് കൊണ്ട് വിജയിച്ച ഒരു മനുഷ്യരല്ല അവർ രണ്ടുപേരും. മോഹൻലാലിന് വളരെ നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പൊ, വളരെ മോശം ഇമേജ് ആണ് പുള്ളിക്കുള്ളത്. എന്താണ് അദ്ദേഹത്തിന്റെ? പിന്നാലെ ആസിഫലിയുടെ കേസ് വന്നപ്പോൾ പോലും ആൾക്കാർ പറഞ്ഞു ഇതിനെക്കാട്ട് എത്ര തെറിയായിട്ട് ആളാൽ ആലേട്ടണം. മോഹൻലാൽ ഒരുപാട് ബിഗ് ബോസിൽ അദ്ദേഹം ഇൻട്രോ ചെയ്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നടക്കുന്നത് ഒരുപാട് തെറിയേക്കുന്നു. മോഹൻലാൽ സംഖ്യയാണ് പറയുന്നത്. മോഹൻലാൽ സംഖ്യയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോഹൻലാലിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ല, അത് പിന്നെ മോഹൻലാൽ നായ ലോബിയിൽ വരുന്നു പറയുന്നു. പിന്നെ മോഹൻലാലിനെ കുറച്ച് ഗോസിപ്സ് ഉണ്ട്. അത് പണ്ടും ഉണ്ടല്ലോ, നടന്മാർക്കും നടിമാർക്കും ഗോസിപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ താങ്കളെ കുറിച്ച് പറയും, നിത്യാമേന്റെ പുറകെ നടക്കും, നിത്യാമേനെ ശല്യപ്പെടുത്തുന്നു ഗോസിപ്സ്. ഇപ്പൊ അണി റോസിന് അതൊരു ഗോസിപ്പല്ലേ? ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. മലയാളികളുടെ മനസ്സ് വളരെ മോശമാണ്. മലയാളികളുടെ മനസ്സ് വളരെ മോശം, വളരെ മോശമാണ്, വളരെ മോശം മനസ്സാണ്. ഞാൻ വേറെ സ്ഥലത്ത് ഒരു യൂറോപ്പിൽ എവിടെയെങ്കിലും ഇത്രയും വൈറലായി പറഞ്ഞല്ലോ, അത് ഞാൻ മുഴുവൻ അറിയപ്പെട്ടാണ്. അത് ഇവിടുത്തെ ആളുകളുടെ കുഴപ്പമാണ്, ഇവരെ ഒന്നും അംഗീകരിക്കില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഈ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നു, ഈ കമന്റ്സിൽ എന്തൊക്കെ വൃത്തിയുടെ ആൾക്കാർ ഇത് വെക്കുന്നത്, ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്തൊക്കെ വൃത്തിയുടെ ആയിരുന്നു. മരിച്ചുപോയ എന്റെ ഫാദറിനെ കുറിച്ച് പോലും വിളിക്കുന്നുണ്ട്, അതിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ. എന്തൊക്കെ വൃത്തിയുടെ അവർ ഇത് വെക്കുന്നത്. അപ്പൊ താങ്കൾ ഇതെല്ലാം ഇങ്ങനെയുള്ള വൃത്തികേടുകൾ താങ്കൾ പറയുമ്പോൾ, താങ്കൾ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് താങ്കൾ നല്ല കമന്റ്സ് ആണോ പ്രതീക്ഷിക്കുന്നത്? അപ്പോ മലയാളികൾ മോശക്കാരാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്. ഈ വീഡിയോയുടെ താഴെ എന്തെല്ലാം കമന്റുകൾ ഞാൻ എന്ത് ചെയ്താൽ നെഗറ്റീവ് കമന്റ്സ് ആണ്. എന്റെ ഹേറ്റേഴ്സ് ആണ് എന്റെ സബ്സ്ക്രൈബേഴ്സ്. താങ്കൾ എന്താണ് നല്ലത് സമൂഹത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിനകത്ത്? താങ്കൾ തന്നെ പറയുന്നു അത് ഒരിക്കലും വിജയിക്കത്തില്ല, അതുകൊണ്ട് താങ്കൾ വിട്ടു. താങ്കൾ പറയുന്നത് ഞാൻ പറഞ്ഞു, ഓഡിയൻസ് അങ്ങനെ 98% ആൾക്കാർ മാസാണ്. താങ്കൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ, അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പൊ ഇന്റർനെറ്റിലായിട്ട് ഒരാഴ്ച പോയി ഇന്റർനെറ്റിൽ മാത്രമായിട്ടൊന്ന് വെച്ചോ, പിന്നെ ഞാൻ എന്നെ കുറിച്ച് ആരും പറയില്ല. എന്നോട് ഞാൻ ചെയ്താണെന്ന് പറഞ്ഞപ്പോൾ ചെയ്താനും പറഞ്ഞതാണ്. ചെയ്താൻ പറഞ്ഞു നീ ഇങ്ങനെ ഇന്റർനെറ്റിൽ മാത്രം ചെയ്യണം. താങ്കൾ മഹാരഥന്മാരെ ശ്രദ്ധിക്കൂ. ഈ പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് അത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. ആൽബർട്ട് ഐൻസ്റ്റീൻ കേരളത്തിലാണെങ്കിൽ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ കേരളത്തിൽ നിന്ന് പോയ മഹാരഥന്മാരൊക്കെ വെറും മണ്ടന്മാരായതുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കേരളത്തിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ രാജനാരായണ സ്വാമി ഇവിടെ ആളുടെ ആയിരുന്നു IIT ഫസ്റ്റ് റാങ്ക്. ഞാൻ പറ്റേ രാജനാരായണ സ്വാമി പറഞ്ഞ ആളുണ്ട് 10th 12th IIT IAS ഫസ്റ്റ് റാങ്ക്. അയാളുടെ ജീവിതം ഇപ്പൊ എന്താണ്? നിങ്ങൾ മീഡിയക്കാരെ ആരെങ്കിലും അയാൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടോ? ഈ മലയാളികളുടെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അസൂയയും വക്രതയും വളരെ കൂടുതലാണ്. ഇവരുടെ മനസ്സുകൊള്ളില്ല. ഞാൻ മലയാളി ആണെങ്കിലും ഞാൻ പറയാം, അതുകൊണ്ടാണ് മലയാളികൾ ആരെയും അംഗീകരിക്കാത്തത്. അതുകൊണ്ട് മലയാളത്തിൽ നിന്ന് ഒരു കലാകാരന്മാരും ഉണ്ടായിട്ടില്ല. IT വേൾഡ് ഇപ്പൊ ബാംഗ്ലൂരാണ്, ശരിക്കും അത് കേരളത്തിലാണ് വരേണ്ടത്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പോരാ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. അങ്ങനെ ആവേണ്ട സ്ഥലം ശരിക്കും കേരളമാണ്. എന്തുകൊണ്ടായാലും ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കില്ല. ഇവിടുത്തെ ആൾക്കാർ അത് ഒരിക്കലും സമ്മതിക്കില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നത് നമ്മുടെ നാടിനെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത് ഓർക്കണം. ഇപ്പൊ കർണാടകയുടെ ഞാൻ പറഞ്ഞോട്ടെ, കേരളം പ്രാന്താലയമാണെന്ന് വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ ജനുവിന് അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടി. ഇപ്പൊ മോഹൻലാൽ പറയുന്ന നടൻ തന്നെ എത്രയോ അറിയപ്പെട്ട നടന്ന ഇവിടെ എന്തായാലും കുറിച്ച് പറഞ്ഞു. കെയിൻ ഫിലിം ഫെസ്റ്റിവലിൽ വാൻപ്രസ്റ്റ് പോയപ്പോൾ എന്താ പറഞ്ഞ, യു ആർ ബോൺ ഇൻ റോങ് സ്റ്റേറ്റ് ഓഫ് വേൾഡ് വിത്ത് റോങ് പീപ്പിൾ. നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി ലോകം അറിയപ്പെടുന്ന നടന്നതാണ്. ഇവിടെ രക്ഷപ്പെട്ട ആരുമില്ല. ഇവിടെ രാജനാരായണ സ്വാമി അയാളുടെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അയാളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം പോയി. അയാൾക്ക് അമേരിക്കയിൽ MIT അഡ്മിഷൻ കിട്ടിയാണ്. അയാൾ അവിടെ പോയെങ്കിൽ ഇപ്പൊ ലോകം അറിയപ്പെടുന്ന സയന്റിസ്റ്റ്. രാജനാരായണ സ്വാമി മാത്രമേ ഉള്ളൂ അങ്ങനെ എത്ര പേരാ.